ഇത് 120, ഇത് 120. മറ്റ് ഇത് 3 പ്രോഡക്റ്റ് 100 രൂപ. ഒരു ഭാഗത്ത് നല്ലതുപോലെ പഴുത്ത് വിളവെടുക്കാൻ പാകമായ മുന്തിരികൾ, മറ്റൊരു സൈഡിൽ അത്രയ്ക്കൊന്നും പാകമെത്താത്ത മുന്തിരിക്കുലകൾ, ഇനിയും ഒരു ഭാഗത്ത് കായ്ച്ചിട്ട് അധിക കാലമൊന്നും ആകാത്ത പച്ച നിറം മാറാത്ത മുന്തിരിക്കുലകൾ. അങ്ങനെ വിവിധ സ്റ്റേജിലുള്ള മുന്തിരികൾ നിറഞ്ഞ അതിവിശാലവും അതിമനോഹരവുമായ ഒരു മുന്തിരിത്തോട്ടം. മുന്തിരിത്തോട്ടങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് തമിഴ്നാട്ടിലെ തേനിയും കമ്പവുമാണ്. തമിഴ്നാട്ടിലെ കമ്പത്തിനടുത്തുള്ള MSR എന്ന മുന്തിരിത്തോട്ടത്തിലാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത്. ഏത് സീസണിലായാലും കാഴ്ച നിൽക്കുന്ന മുന്തിരിവള്ളികൾ കാണുവാൻ കഴിയുമെന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത. അതുമാത്രമല്ല, നല്ല ഓർഗാനിക് ആയിട്ടുള്ള മുന്തിരിപ്പഴങ്ങളും മുന്തിരി കൊണ്ടുണ്ടാക്കിയ മറ്റുൽപ്പന്നങ്ങളും വാങ്ങുവാനും സാധിക്കും. 16 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പായിട്ടാണ് മുന്തിരിത്തോട്ടം കാണുവാൻ യാത്ര തിരിച്ചത്. തിരുവനന്തപുരം ജില്ലയിലെ കിളിമാനൂരിൽ നിന്നും കമ്പത്തേക്ക് ഏകദേശം 200 കിലോമീറ്ററോളം ദൂരമുള്ളത് കൊണ്ടും ഈ ഒരു യാത്രയിൽ തന്നെ തമിഴ്നാട്ടിലെ തന്നെ മേഘമല എന്ന അതിമനോഹരമായ ഹിൽ സ്റ്റേഷൻ സന്ദർശിക്കണമെന്നുള്ള ഉദ്ദേശമുള്ളത് കൊണ്ടും അതിരാവിലെ തന്നെ യാത്ര തിരിച്ചു. എരുമേലിയും വണ്ടിപ്പെരിയാറും കുമളിയും കടന്ന് 9 മണിയോടെ കമ്പമെത്തുന്നതിനും 4 കിലോമീറ്റർ മുമ്പിലുള്ള MSR എന്ന മുന്തിരിത്തോട്ടത്തിന് മുമ്പിലെത്തി. നേരെ എതിർഭാഗത്തായി മറ്റൊരു മുന്തിരിത്തോട്ടം കൂടിയുണ്ട്. നമ്മൾ ആദ്യം MSR മുന്തിരിത്തോട്ടത്തിലേക്കാണ് പോയത്. മുന്തിരിത്തോട്ടം സന്ദർശിക്കുന്നതിന് പ്രത്യേകിച്ച് എൻട്രി ഫീസ് ഒന്നുമില്ല. സൗജന്യമായി മുന്തിരിത്തോട്ടത്തിലേക്ക് കടക്കാം. തോട്ടത്തിലേക്ക് കടക്കുമ്പോൾ കാണുന്ന ഗോർലയുടെ വലിയ സ്കൾപ്ചർ ഒരു ആകർഷണീയമാണ്. പ്രത്യേകിച്ച് കുട്ടികൾക്ക് അതൊരു വലിയ കൗതുകമായിരിക്കും. ഏത് സീസണിൽ ചെന്നാലും ഇവിടെ മുന്തിരിക്കുലകൾ കാണുവാൻ കഴിയുമെന്ന് പറയുന്നത് വെറുതെയല്ല. അത്തരത്തിലാണ് ഇവിടുത്തെ കൃഷിരീതി. പൂവിട്ട് പോലും തുടങ്ങാത്ത മുന്തിരിച്ചെടികളാണ് ഇവിടെ. ഇവിടെയാണെങ്കിൽ ചെറിയ കായകൾ വന്നു തുടങ്ങിയ മുന്തിരിച്ചെടികൾ. ഈ ഭാഗത്ത് കുറച്ചുകൂടി വലുതായ കായകളുള്ള മുന്തിരിക്കുലകൾ. ഇവിടെയുള്ള മുന്തിരികൾ പഴുത്തു തുടങ്ങിയിട്ടുണ്ട്. ഈ ഭാഗത്താണ് പഴുത്ത് പാകമായി വിളവെടുക്കാറായ മുന്തിരികളുള്ളത്. അങ്ങനെ പല സൈസിലുള്ള മുന്തിരിച്ചെടികൾ ഉള്ളതുകൊണ്ട് ഇവിടെ വന്നാൽ കാഴ്ച നിൽക്കുന്ന മുന്തിരിച്ചെടികൾ കാണാതെ നമുക്ക് നിരാശപ്പെട്ടു പോകേണ്ടി വരില്ല. മനോഹരമായ കൊതിപ്പിക്കുന്ന മുന്തിരിക്കുലകൾ കണ്ട് അത് പറിച്ചു തിന്നാനൊന്നും ശ്രമിക്കരുത്. അങ്ങനെ പറിച്ചാൽ 500 രൂപയാണ് പിഴ. ഈ പഴുത്തു നിൽക്കുന്ന മുന്തിരികളുള്ള തോട്ടത്തിലും മുന്തിരികൾ കൊണ്ടുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. അത് വൈൻ ആൽക്കഹോൾ കണ്ടന്റ് ഇല്ല, ഷുഗർ ആഡ് ഇല്ല. அது கிரேப் பல்ப். டைரக்ட் ஆയിട്ട് 1/2 கிளாஸ்ல ஹனி மட்டும் மிக்ஸ் பண்ணி குடிக்கணும். நரம்பிட்ட பலமா பாடி நல்ல ஸ்ட்ரெngth கிட்டும். இது சுகர் இருக்கிற ஆൾക്കാർ வெறுதாட்டு குடிக்கணும். சுகர் இல்லாத ஆൾക്കാർ வந்து தேன் மிக்ஸ் பண்ணி குடிக்கணும். அது கிரேப் டீ, கிரேப் சாயா. 2 கிளாஸ் சுடு வெல்லத்துக்கு 1/2 கிளாஸ் ஒന്നിച്ച് குடிச்சா மതി. ഇവിടെ നിന്നും നല്ല മധുരമുള്ള ഫ്രഷ് മുന്തിരി വാങ്ങാം. അതോടൊപ്പം മുന്തിരി കൊണ്ടുണ്ടാക്കിയ മറ്റ് പ്രോഡക്റ്റുകളും ഇവിടെ ലഭ്യമാണ്. മൂന്ന് കിലോയുടെയും 5 കിലോയുടെയും പാക്കറ്റുകളായിട്ടാണ് മുന്തിരി വിൽക്കുന്നത്. നമ്മൾ 3 കിലോ പാക്കറ്റുകളാണ് വാങ്ങിയത്. 3 കിലോ പാക്കറ്റിന് 210 രൂപയാണ് വില. ഇവിടെ മുന്തിരി തൈകളും വിൽപ്പനയ്ക്കുണ്ട്. ഒരു മുന്തിരി തൈക്ക് 30 രൂപയാണ് വില. 20 രൂപ കൊടുക്കുകയാണെങ്കിൽ ഒരു പാക്കറ്റ് വളവും കിട്ടും. വർഷം കൊണ്ട് 20 രൂപയുള്ളൂ. മുന്തിരിത്തോട്ടത്തിനുള്ളിൽ എന്തൊക്കെയോ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. റോപ്പ് ഇത് റോപ്പിലത് സൈക്കിൾ വരുന്നതാ. ഇത് വന്ന് ട്രെയിൻ
കൊച്ചു പിള്ളേരുടെ പേര് പാല് കയറിയൊന്ന് മൊത്തം കാണാനായിട്ട് ഇത് സൈക്കിൾ അതിൻ്റെ വർക്കാണ് നടക്കുന്നത്. റോപ്പ് വേയുടെയും സ്കൈ സൈക്ലിങ്ങിന്റെയും വർക്കാണ് നടക്കുന്നത്. ഈ പണികൾ പൂർത്തിയായി കഴിഞ്ഞാൽ മുന്തിരിത്തോട്ടം കാണുന്നതിനോടൊപ്പം തന്നെ റോപ്പ് വേയിൽ കൂടി സഞ്ചരിക്കുവാനും സ്കൈ സൈക്ലിംഗ് നടത്തുവാനുമുള്ള സൗകര്യവും ഉണ്ടാകും. ഇത് MSR മുന്തിരിത്തോട്ടത്തിലെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് കൂടുതൽ എന്റർടൈൻമെന്റുമാകും. MSRൽ നിന്നും ഇറങ്ങി എതിർവശത്തുള്ള ജെനിസ് എന്ന മുന്തിരിത്തോട്ടത്തിലേക്കാണ് പോയത്. ഇതും ഏക്കർ കണക്കിന് പരന്നു കിടക്കുന്ന അതിവിശാലമായ മുന്തിരിത്തോട്ടമാണ്. ഇവിടെയും പഴുത്ത് പാകമായ മുന്തിരികളുള്ള ചെടികൾ കാണുവാൻ കഴിഞ്ഞു. എന്തായാലും ഇവിടെ എത്തിയാൽ അടുത്തടുത്ത് 2 മുന്തിരിത്തോട്ടങ്ങൾ ഉള്ളതുകൊണ്ട് ഒരിക്കലും നിരാശപ്പെടേണ്ടി വരില്ല.